1.5-2 ആഴ്ചക്കാലമായിട്ടുണ്ടായിരുന്ന നരേഷാണ് രാഹുൽ ഗാന്ധി ഇവിടെ എങ്ങും ഉണ്ടായില്ല, ഈ വിഷയത്തിലൊന്നും ഇടപെട്ടില്ല. എന്താ കാര്യം? നിങ്ങൾക്കിത് മനസ്സിലാകാത്തതിന്റെ കാരണം കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ രാജ്യത്ത് നടത്തുന്ന പ്രതിപക്ഷ സമരങ്ങളെല്ലാം അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇല്ലായ്മ ചെയ്യാൻ നരേന്ദ്രമോദി പർച്ചേസ് ചെയ്തിട്ടുള്ള മീഡിയ, അവർക്ക് വേണ്ട വാർത്തകൾ മാത്രമേ ഈ രാജ്യത്ത് വരുന്നുള്ളൂ. പറയുന്ന നീറ്റിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വെറും 30 ദിവസം കൊണ്ട് എന്റെ മറുപടി എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന BJP-യുടെ നേതാക്കന്മാരോടും അവര് ക്രിയേറ്റ് ചെയ്യുന്ന നറേറ്റീവിനോടുമാണ് എന്റെ മറുപടി. ഈ കഴിഞ്ഞ 2024 മുതൽ കഴിഞ്ഞ 2 വർഷമായി ഈ രാജ്യത്തിലെ പല സംസ്ഥാനങ്ങളിലും നിരവധിയായിട്ടുള്ള സമരങ്ങൾ ഈ നീറ്റിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. മനുഷ്യൻ ഇവിടെ സ്വസ്ഥതയില്ലാതെ നിൽക്കുമ്പോൾ പോകുന്ന മട്ടില്ല. ഈ പറയുന്ന ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടന NSUI കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സമരങ്ങൾ നടത്തുന്നുണ്ട്. മാർക്കറ്റ്, ഫുഡ് കോർപ്പറേഷൻ എന്ന് വേണ്ട ITUC-കാരുള്ള ഒരിടത്തും ഞങ്ങളെ കാലുകുത്താൻ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട് ഇതൊന്നും പൊതുമാധ്യമങ്ങളിൽ വരുന്നില്ല എന്നതിന്റെ ഉത്തരം നരേന്ദ്രമോദി പർച്ചേസ് ചെയ്യുന്ന മീഡിയ, ഗോദി മീഡിയ. സായിപ്പന്മാരുടെ എച്ചില് തിന്നുമ്പോ നന്നായി കൊരക്കണം പഴയ വീടാ. ചെറിയ സംശയം ചോദിച്ചോളൂ. 150 ചോദ്യ പേപ്പർ ചോർച്ചയിൽ 40 ഇവര് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടായതാണ്. ഏത് നാടകക്കാരാണ് എനിക്ക് ഈ വാചകങ്ങളൊക്കെ എഴുതി തരുന്നേ? നിന്റെ അപ്പന അത് ആവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല നരേന്ദ്രമോദി 2014 അധികാരത്തിൽ കയറിയത്. എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ കഴിഞ്ഞ 12 വർഷമായി 100-ലധികം വിദ്യാർത്ഥികളോട് ജീവൻ നഷ്ടപ്പെടുമ്പോഴും നിങ്ങളിപ്പോ പറയുന്ന UP-യുടെ ഭരണകാലത്ത് പേപ്പറിന്റെ വിഷയം ഉണ്ടായിരുന്നില്ല. അതല്ല ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. എന്റെ ഈശ്വര എല്ലാം പോയില്ലോ. എനിക്ക് ചോദിക്കാനുള്ള എന്നാന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെ ഒരു എക്സാം ലീക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഈ CJP-യുടെ പ്രൊട്ടസ്റ്റ് ജോയിൻ ചെയ്ത് ഇതിനൊരു പ്രൊട്ടസ്റ്റ് ചെയ്യല്ലോ വേണ്ടേ? എന്താ ആരുടെ മുഖത്തൊരു തെളിച്ചയില്ലായ്മ? മുണ്ടക്കിലെ അമ്പലത്തില് കൊട്ടാൻ വരുമ്പോ ഇങ്ങനെ ഒരു ചുറ്റിക്കളി ഉണ്ടാവുന്ന കരുതിയില്ലല്ലേ? ഞങ്ങൾ ഭരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. നിങ്ങൾ ആ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു, അത് സമരം ചെയ്തു. ആ സമരത്തെ ഏത് രീതിയിൽ ഒരു മൂഡിലങ്ങ് അടിച്ചു പോയതല്ലേ? വളരെ മാതൃകാപരമായിട്ട് അതിന് റിപ്ലൈ കൊടുക്കണമെന്നും ഏതൊക്കെ തരത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നും വളരെ മാതൃകാപരമായിട്ടാണ് കഴിഞ്ഞ 10-12 ദിവസം കൊണ്ട് ഇന്ത്യയെ കാണിച്ചു തന്നത്. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സർക്കാർ ചെയ്യാത്ത മാതൃകാപരമായ നീ ഒരു മനുഷ്യനല്ല, പാഠപുസ്തകം. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അവർ തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വന്നു അവർ തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ ഒരു സഹോദര സ്നേഹമാണെന്ന് കരുതിയാ മതി. ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ അറിയുന്നത് പോലും. ഈ പാമ്പും കോണിയും കളിയില്ലേ, കോണി കയറി വരുന്നത് പോലെ പെട്ടെന്ന് ഭാഗ്യം കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടില്ല, ഞങ്ങളത് ഏറ്റെടുത്തു, ഞങ്ങൾ പരിഹാരം കണ്ടു. ലൈവില് ഡൗൺ ആണെങ്കിൽ ഓന്റെ നാക്കിനെ കൊണ്ട് നമ്മളെ കൊല്ലും. എന്തുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇത്രയും ദിവസം എടുത്തത്? എന്താണ് ചെയ്തു തീർത്തത്? അദ്ദേഹം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കുന്നതിന് മുമ്പ് ചെയ്തു തീർത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ബോയ്സ് ആൻഡ് ഗേൾസ്, എന്റെ ലൈഫ് എന്നേക്കുമായി മാറി മറിയാൻ പോവുകയാണ്. അതെന്തൊക്കെയാണ് എന്താണെന്നൊന്നും പറയാം പ്ലീസ്. ഞങ്ങൾക്ക് ആഗ്രഹം എത്ര നേരായിട്ട് പറയാം, ഇത്ര നേരെടുത്ത് ഇല്ലാതെ ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ പറയുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ട്? എക്സാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാനുള്ള തീരുമാനം എടുത്തു. ഇതുപോലെ എക്സാമിന് ക്രമക്കേടുകൾ നടക്കുകയാണെങ്കിൽ അതിൽ കുറ്റവാളിയായിട്ട് കണ്ടെത്തുന്ന ആളുകൾക്ക് എതിരെ 10 കോടി രൂപ പിഴയും 10 വർഷം അവരെ തടവിലടയ്ക്കാനുമുള്ള അമെന്റ്മെന്റ് ആക്ട് കേന്ദ്ര മന്ത്രിസഭയാണ് നീറ്റ് കഴിഞ്ഞിട്ടാണ് നെറ്റിന്റെ എക്സാം വന്നത്. ഈ നെറ്റ് എക്സാം വന്നപ്പോഴും പിന്നെയും ഈ പ്രശ്നം തന്നെയാണല്ലോ. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഇനി ഒരു താക്കിയതും കൂടി താങ്ങാനുള്ള കഴിവില്ലാത്തോണ്ട് പറയാണ്. നിങ്ങൾ അക്കൗണ്ടബിലിറ്റി മാം പറഞ്ഞ അക്കൗണ്ടബിലിറ്റി നിങ്ങൾ ആക്ച്വലി അക്കൗണ്ടബിലിറ്റി പറയാൻ ഒരു യോഗ്യത ഇല്ലാത്ത ആൾക്കാരാ. അറിയോ, ഒരു യോഗ്യതയാണ് നമുക്ക്. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. നമ്മുടെ പ്രൈം മിനിസ്റ്റർ വീഡിയോ ഇറക്കി, ഓക്കെ, അതുവരെ ടെലിപ്രോംപ്റ്റർ വെച്ച് നോക്കേണ്ട അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്റെ പൊന്ന് രാമേന്ദ്രൻ, നീ ഒന്ന് ഇവിടെ പോയി തരും. ആൻസർ കൊടുക്കുന്നില്ല പ്രസിന്. ബുദ്ധിക്കാരനല്ലേ, ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. അക്കൗണ്ടബിലിറ്റിയുടെ കാര്യം പറയണ്ടേ? 20 പേര് മരിക്കാൻ നിന്നിരുന്നോ ഈ ഒരു അക്കൗണ്ടബിലിറ്റി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട്? അത് ഉത്തരം പറ. നമ്മുടെ ഭാരതത്തിൽ ആദ്യമായിട്ടല്ല ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചകൾ ഉണ്ടാവുന്നത്. ഇത് തരക്കെടില്ലല്ലോ, ഓൻ ചരിത്രം ആവർത്തിക്കാണല്ലോ. ന്യായീകരിച്ചിട്ടില്ല.
താനൊരു മണ്ടനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുകയാണല്ലേ. നിങ്ങൾ പറയേണ്ട ഇത്ര ടൈം എടുത്ത് ഇങ്ങനത്തെ ഒരു ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് എത്ര പേരുടെ ജീവൻ അതിന്റെ ഇടക്ക് പോകണ്ടെന്നറിയോ? ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഉണ്ടായ ഞാനും നോക്കാം അടുത്ത പണി. പിന്നെ ഒരു സെക്കൻഡ് ഞാനിവിടെ നിൽക്കൂല. ഇത് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തേക്കണ ഇത്ര പേര് മരിച്ചവരുടെ ലിസ്റ്റാണ്. എത്ര പേര് സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നറിയോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. You guys are playing with the mind, mental health of people. ഞങ്ങൾ അതിൽ ന്യായീകരിച്ചിട്ടില്ല. അതെ, ഇവർക്ക് ആയില്ല വന്നില്ല എല്ലാം അറിയാം. ഞങ്ങൾ അതിന് വിദ്യാർത്ഥികളെ ചെയ്ത് കഴിഞ്ഞിട്ട് ന്യായീകരിച്ചിട്ടില്ല എന്ന് പറയണത് ന്യായമാണോ? ചോർച്ചയായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസം അകത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണത്. അതിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ത് തെറ്റാണ് ചെയ്തത്? ഇയാളെപ്പോലുള്ളവരേതാ ഇങ്ങനെ തോളത്ത് തട്ടി അനുമോദിക്കണം, പ്രോത്സാഹിപ്പിക്കണം, അടുത്ത തെരഞ്ഞെടുപ്പ് നിർത്തി ജയിപ്പിച്ചെടുക്കണം, പറ്റിയ മന്ത്രിയാക്കണം. അതോടെ തീരും പിഴച്ചോളും. ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ബാഡ് ടാക്ടിക്സ് ആണ് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. ഇവർ ഉപയോഗിച്ച ടാക്ടിക്സ് എന്തുവാ? എക്സ്പയർ ആയ ടിയർ ഗ്യാസ് ഇടുക. ഒരു പ്രത്യേക സ്വഭാവ മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോടും ഇങ്ങനത്തെ അതൊക്കെ എന്ത് ബാഡാന്നറിയോ ഹെൽത്തിന്? ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അത് കാരണം ഫ്യൂച്ചറിൽ വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ പെൺപിള്ളേർന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി വരുന്ന കൊച്ചുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ബാഡ് അഭിനയിച്ചാൽ ഇവർ ഉത്തരവാദിത്വം പറയും. ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലേ? നിങ്ങൾ ഇന്റർനെറ്റ് ബാൻ ചെയ്യുവാണ്. സി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ പറയുവാണ് ഞങ്ങൾ അക്കൗണ്ടബിലിറ്റി എടുത്തു. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. About the fact that internet was banned. Internet ഇല്ലായിരുന്നു. Nobody could talk. You know, there were videos where youngsters അവർ പറയുവാണ്, if you're coming, make sure you have water. Because you will not get anything here. Make sure phone fully charged ആണ്. Because internet is banned. You know, yes, I'm very happy. പക്ഷേ when you're saying this, at the end of the day, internet ഇല്ലെങ്കിൽ how will we communicate? നാളെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ how will we say? Also, one more thing she said, it is true. Our Prime Minister, he has not given a press conference. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? From BJP, you know? Okay, ready. ഇപ്പൊ ഇവര് പറയും ഗാലറി നിറയെ ദേശദ്രോഹികളാണല്ലോ എന്ന് മനസ്സിൽ പറയും ഇവര്. കണ്ണാക്കിലോട്ട് ഒഴിച്ചു തരണ മാതിരിയുള്ള വർത്താനം പറയില്ല സ്വാമി. പിള്ളേരെല്ലാം ഈ സമരവുമായി ബന്ധപ്പെട്ട് സമരത്തിന് മുന്നോട്ട് വന്ന ഒരു വിദ്യാർത്ഥികളെ പോലും രാജ്യദ്രോഹി അതിന്റെ നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാ. ഭ്രാന്താണെന്നല്ല ഞാൻ പറയുന്നത്. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആർട്ടിക്കിൾ 370 നാട്ടുകാരെ ബോധിപ്പിക്കുക, അല്ലാതെ ഗുണമൊന്നുമില്ല. നാട്ടുകാരെ ബോധിപ്പിക്കണം. അവർ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ? എന്നെ ഞങ്ങളോടൊക്കെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന ഇവര് അദീന ഭാരതിയോട് വത്തിക്കാനിലേക്ക് പോണം. അദീന ആൻ അലക്സ് ആണെന്ന് പറയുന്ന നാള് വിദൂരമല്ല. എനിക്കിഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം.